ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. ഇന്ന് എല്ലാവരും ആ, വളരെ സംഘർഷഭരിതമായ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും സംഘർഷഭരിതമായ എന്ന് പറയാം കേരളത്തിലെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ അവസാനിച്ച് നമ്മളൊക്കെ ഇതൊക്കെ കാഴ്ചക്കാരായി കണ്ടുനിന്ന വോട്ടർമാരായിട്ടുള്ളവർ അതോടൊപ്പം ഒരു ഉത്സവം കൊട്ടിക്കലാശത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം നാളെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുവാൻ പോവുകയാണ് നമ്മുടെ ദേശത്ത്, നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഭാരതത്തിലെ ഈ പ്രത്യേക സവിശേഷ വേളയിൽ അവസാന ലാപ്പിൽ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ കുറച്ച് കത്തിക്കയറുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അതുവഴി കുറേ കാര്യങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, ചില ദൂതന്മാർ വഴി അയക്കുന്ന ചില സംഘടനകൾ അയക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. അതിനെയൊന്നും കുറ്റപ്പെടുത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് വരാനല്ല ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നാളെ 26-ാം തീയതി കേരളത്തിലെ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യും, അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലും. അപ്പോൾ ഇനി ജൂൺ 1 വരെ കാത്തിരിക്കണം നമുക്ക് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി. അതെന്തായാലും ശുഭകരമായ റിസൾട്ട് വരട്ടെ. എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാനിപ്പോൾ അല്പസമയം മുമ്പ് കേട്ട ഒരു ഓൺലൈൻ മീഡിയയുടെ വീഡിയോ ആണ്. അത് മറ്റാരുമല്ല, പ്രശസ്തനായ മറുനാടൻ ഷാജൻ സ്കറിയ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റേതായിട്ട് പല വീഡിയോകളും ഞാൻ എൻ്റെ 2 ചാനലിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബറാണ്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്. വളരെ നന്നായിട്ട് വീഡിയോ അനായാസമായി ചെയ്യാറുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി കൊണ്ട് പിന്നെ പല പ്രശ്നങ്ങളും ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചാനലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പകരം വന്ന വീഡിയോ ചെയ്ത ആൾക്കാരുമായി നമ്മളും കമൻറ്റൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, വീഡിയോയിൽ സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ട്. അദ്ദേഹം നന്നായി വീഡിയോ ചെയ്യുന്നുണ്ട്, അതൊന്നും തിരക്കിടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്കണ്ഠ ഞാൻ കണ്ടു വീഡിയോയിലൂടെ. അതായത് പെട്ടെന്ന് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ശ്രീ അനിൽ ആൻ്റണി എന്ന പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു പുതുമുഖ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ സുപരിചിതനായ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആൻ്റണിയുടെ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പോലും ആയിരുന്ന AK ആൻ്റണിയുടെ മകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് നിലയിലും പല ആൾക്കാരും വിവാദങ്ങളിൽ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തോൽവി ഉറപ്പിക്കാമെന്ന് കരുതി ധാരാളം പേര് പിന്നാമ്പുറത്ത് നിന്ന് സകല മീഡിയകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതൊക്കെ നാം കണ്ടു. പക്ഷേ ഇതിനെയൊക്കെ അനായാസമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഒരു പ്രായത്തിൻ്റെ ഉശിരു കൊണ്ടോ എന്തോ അദ്ദേഹം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പിന്നീട് ദേശീയ മാധ്യമങ്ങളൊക്കെ പല രീതിയിൽ പത്തനംതിട്ടയിൽ നേരിട്ട് വന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയും പല മണ്ഡലങ്ങളിലും പോയി ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യ ടുഡേ അല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളെല്ലാം പലരും വന്ന് ഇവിടെ കറങ്ങി നടന്ന് എല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവർക്ക് മനസ്സിലായ പല കാര്യങ്ങളും മീഡിയ വഴി, അവരുടെ ചാനൽ വഴി അവർ പറയുന്നു. അപ്പോൾ അതനുസരിച്ച് കേരളത്തിൽ പൊതുവെ ക്രിസ്ത്യൻ സമൂഹം മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് അവർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ അത് സത്യസന്ധമായ ന്യൂസ് തന്നെയല്ലേ? മറുനാടൻ ഷാജൻ സ്കറിയ എന്താണ് അതിന് ഒരു പ്രത്യേക ഒരു തെറ്റായ പരിവേഷം കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്കെല്ലാം മനസ്സിലായിട്ടുള്ളത്, ഇവിടുത്തെ വോട്ടർമാർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അവിടെ പത്തനംതിട്ടയിൽ നിന്ന് ഒരു 500 വോട്ടിന് മേളിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു, ഞങ്ങളുടെ കുടുംബയോഗങ്ങൾ വഴിയാണെങ്കിലും അല്ലാതൊക്കെ. അപ്പം എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ പത്രമാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളൊക്കെ എന്തൊക്കെ കൊട്ടിഘോഷിച്ചാലും എന്തൊക്കെ ഇല്ലായ്മ പറഞ്ഞാലും ഉള്ളതുപോലെ പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ധാരാളം വഴികളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി ആ സ്ഥാനാർത്ഥി തിരുവല്ലയിൽ ഒരു സഭാ ആസ്ഥാനത്ത് ചെന്ന് അദ്ദേഹത്തെ അല്ലെങ്കിൽ സ്വീകരിച്ചതോ വിളിച്ചതോ അല്ലെങ്കിൽ ക്ഷണിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം പോയി കണ്ടതോ ആകാം. വോട്ട് ചോദിക്കാൻ എല്ലാവർക്കും അവകാശമില്ലേ സ്ഥാനാർത്ഥി എന്ന നിലയിൽ? അപ്പോൾ അദ്ദേഹം ബിലീവേഴ്സ് ചർച്ചിൽ, എൻ്റെ സുഹൃത്തുക്കളായ ധാരാളം പേര് ബിലീവേഴ്സ് ചർച്ചിലെ മെമ്പേഴ്സാണിന്ന്. അവരൊക്കെ ക്രിസ്ത്യാനി സമൂഹം അംഗീകരിച്ചോ എന്നൊക്കെ അദ്ദേഹം ഉത്കണ്ഠ പ്രകടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് തന്നെ നേരിട്ട് എൻ്റെ ആത്മസുഹൃത്ത്, കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ച് ഒന്നിച്ച് വളർന്നു വന്ന ആൾക്കാർ, അവരൊക്കെ ഇപ്പം ബിലീവേഴ്സ് ചർച്ചിൻ്റെ അംഗങ്ങളാണ്. അപ്പോൾ അവരൊക്കെ ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു.
ഒരു പന്തക്കോസ്ത വിഭാഗം ഒക്കെ വേറെ ഉണ്ടെങ്കിലും പല രീതിയിലുണ്ടെങ്കിലും ഇദ്ദേഹം ഒരു സഭ രൂപീകരിച്ചെങ്കിൽ അവിടെ അംഗീകാരം ലഭിച്ചെങ്കിൽ പലരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിലെ അംഗങ്ങളാവുകയും പ്രവർത്തിക്കുകയും ധാരാളം വോട്ടർമാരും ഉണ്ട് അവർക്ക് തിരുവല്ലയിൽ. അപ്പം ഷാജൻ സ്കറിയ അതിൽ ഉൾക്കൊള്ളപ്പെടേണ്ട കാര്യമേ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാരും അവിടെ അംഗങ്ങളാണ്. പിന്നെ അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളിൽ നമ്മുടെ പരിശുദ്ധ ബസോലിയസ് മത്യൂസ് തൃതീയൻ പ്രഥമൻ ബാവ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് എൻ്റെ ചാനലിൽ കൂടി ഞാനും അത് പബ്ലിസിറ്റി കൊടുത്തിരുന്നു. കാരണം അത് അദ്ദേഹം പറഞ്ഞ കാര്യം, വസ്തുതാപരമായിട്ട് പറഞ്ഞ കാര്യം ഇത്രയുമേ ഉള്ളൂ. കാരണം സമദൂര നിലപാട്, പണ്ട് നായർ സർവീസ് സൊസൈറ്റിയൊക്കെ സ്വീകരിച്ചിരുന്ന അതേ നിലപാട്. കാരണം അവരുടെ സഭകളിലും അവരുടെ മെമ്പർമാരായിട്ടുള്ള അവരുടെ ധാരാളം ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴഞ്ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാജൻ സ്കറിയെ ഞാൻ ക്ഷണിക്കുകയാണ്. പഴക്കവും ചെന്ന കോൺഗ്രസ് പ്രവർത്തകൻ, കോൺഗ്രസ് നേതാവ് വിക്ടർ ടി തോമസ് ആദ്യത്തെ മോഡി സന്ദർശനത്തിന് മുന്നോടിയായിട്ട് തന്നെ അദ്ദേഹം നേരത്തെ എടുത്ത തീരുമാനമാണ്. അവിടെ കോഴഞ്ചേരി പഞ്ചായത്തിലും ഒക്കെ നല്ല സ്വാധീനമുള്ള അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്നതാണെന്നാണ് എൻ്റെ തോന്നൽ. അദ്ദേഹം BJPയിൽ ജോയിൻ ചെയ്തു. പിന്നീട് നോബൽ തോമസ് എന്ന ചെറുപ്പക്കാരൻ NDAയ്ക്ക് വേണ്ടി, BJPക്ക് വേണ്ടി, അനിൽ ആൻ്റണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ധാരാളം കോഴഞ്ചേരിയിലെ ക്രിസ്ത്യാനികൾ, പല സഭകളിൽപ്പെട്ടവർ, മർത്തോമ, യാക്കൂബായ, ഇങ്ങനെയൊക്കെയുള്ള പല സഭകളിൽപ്പെട്ട അംഗങ്ങൾ തന്നെ അവർ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പം അതൊക്കെ നേരിട്ട് പോയി അറിഞ്ഞ് പലയിടത്തും പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ വിട്ടും അദ്ദേഹം നേരിട്ട് പോയും അറിയാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം അറിയാതെ ഒന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അതിനൊരു പരിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പല സഭക്കാരും ഇപ്പം അവരൊക്കെ സമദൂര നിലപാടെടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടുന്ന UDF മുന്നണിക്കോ അല്ലെങ്കിൽ BJPക്കോ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാമെന്നാണ് തന്നെയാണ് വ്യക്തമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇന്ന് ചൂടോടെ കിട്ടിയ ഒരു വീഡിയോ, ഞാൻ അതും അതിൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ ചാനലിൽ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ശ്രീ പ്രൈം നന്ദകുമാറിൻ്റെ ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ നമ്മുടെ ആലപ്പുഴ കുട്ടനാട് നിന്ന് അദ്ദേഹം, അതായത് ശ്രീ കുര്യൻ ജോസഫ് മാളൂർ, അദ്ദേഹം കുട്ടനാട്ടിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഒരു കർഷകനാണ്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് കുടുംബപരമായിട്ട് കാർഷിക വൃത്തിയിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ്, പേരുകെട്ട കുടുംബമാണ്. ശ്രീ കുര്യൻ ജെ മാളൂർ എന്ന് പറയുന്ന അദ്ദേഹം ക്രൈം റിപ്പോർട്ട് ചാനലിന് വേണ്ടി റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച്, പ്രസ്താവന കൊടുത്തതനുസരിച്ച് അദ്ദേഹം ഒരു വീഡിയോ തന്നെ കൊടുത്തു, ഇൻ്റർവ്യൂ തന്നെ കൊടുത്തു. അതനുസരിച്ച് അദ്ദേഹം വ്യക്തമായി പറയുന്നു, ആലപ്പുഴയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി വിജയിച്ചു വരണം, മോഡി തന്നെ പ്രധാനമന്ത്രിയാകണം. കാരണം ഇല്ലെങ്കിൽ കുട്ടനാട് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പല നേതാക്കന്മാർ വഴിയും കോൺഗ്രസിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം വളരെ വർഷക്കാലം. അപ്പം ഇതൊക്കെ ചാനൽ വലിയ കവറേജോ മീഡിയ പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കൊക്കെ പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് ഉണ്ടാകത്തില്ലായിരിക്കാം, ചിലർക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പം ശ്രീ ഷാജൻ സ്കറിയ അങ്ങനെ ഒരു ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ ഒരു പരിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം പോലും പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതുപോലെ പല ആൾക്കാരും ചിന്തിക്കുന്നു ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും. അപ്പോൾ നല്ലൊരു ശോഭനമായ ഭാവി, നമ്മുടെ രാഷ്ട്രം നന്നാകണം. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം 10 വർഷം 15 വർഷം കൊണ്ടോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വന്നെങ്കിൽ അടുത്ത 5 കൊല്ലം കൊണ്ട് ഭരിച്ച് മുടിച്ച് തീർത്തും പിന്നോക്കം പോയി പോകേണ്ട ഒരു രാജ്യമല്ലല്ലോ. അപ്പോൾ എല്ലാവരും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയായ നമ്മുടെ പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ വളരെ നന്നായി തന്നെ നടക്കട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് എല്ലാം നല്ലതിനു വേണ്ടി എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം. എന്നെ കേട്ടതിന്.